നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലാണ് മുസ്ലിം സംഘടനകൾ. അവർ ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ലൈറ്റ് അണച്ച് പ്രതിഷേധിക്കാനാണ്. നമ്മുടെ 26 സഹോദരങ്ങൾ അല്ലെ മരണപ്പെട്ടിട്ടും അതെ അവർ അറിഞ്ഞില്ല. അപ്പോഴേക്കും ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ അടിയന്തരമായി തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് അവർ. അതെ, എല്ലാ കാലത്തും ഇങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് മുന്നനുഭവങ്ങളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് അഞ്ചാം പത്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്യം ഒരു ഭീകരാക്രമണത്തെ നേരിട്ട് നിരപരാധികളായ കുറേ മനുഷ്യർ കൊല്ലപ്പെട്ട് മതത്തിൻ്റെ പേരിൽ മതം ചോദിച്ച് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് അവരെ കൊലപ്പെടുത്തി രാജ്യത്തൊരു വലിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് അതെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇന്നിപ്പോൾ അത് സംഭവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിരവധി അറസ്റ്റുകൾ നടന്നു. പ്രധാന പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. കൃത്യമായിട്ട് നയതന്ത്ര തലത്തിൽ ലോകരാജ്യമെങ്ങും നമ്മുടെ ശത്രുരാജ്യം കയറ്റുമതി ചെയ്യുന്ന ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് മതഭീകരതയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കൃത്യമായി തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി ലോകം മുഴുവനും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പിന്തുണ നൽകുമ്പോൾ ചില അവസരങ്ങൾ ചൈനയും തുർക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അവർക്കാർക്കും നേരിട്ട് വന്ന് നമ്മളെ കുറ്റപ്പെടുത്താനോ നമ്മളെ ചോദ്യം ചെയ്യാനോ ഒന്നും ഇതിനകത്തില്ല. കാരണം 100% ന്യായവും നീതിയും നമ്മുടെ പക്ഷത്താണ്. നമ്മളാണ് ഇതിന് ഇരയായിരിക്കുന്നത്, നമ്മുടെ രാജ്യമാണ് ഇരയായിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ നിന്ന് ആഭ്യന്തരമായി ഇത്തരത്തിൽ ഉള്ള ചില അപസ്വരങ്ങൾ ഉയരുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് പ്രതിഷേധിക്കാം, അതിനുള്ള സമയമുണ്ട്. സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് ഇവർ കൊടുത്തിരിക്കുകയാണ്. കേസ് അതിൻ്റെ വഴിക്ക് നടക്കുന്നു. സുപ്രീം കോടതി അതിൽ സ്റ്റേ കൊടുത്തിട്ടില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ അല്ലെങ്കിൽ വരുത്തിയ ഒരു ഭേദഗതിയിൽ സുപ്രീം കോടതിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി സ്റ്റേ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും സുപ്രീം കോടതി അതിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അതിൻ്റെ വിശദീകരണം സമർപ്പിച്ചിട്ടുണ്ട്. തുടർവാദങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തിന് ഇങ്ങനെ പെട്ടെന്നൊരു പ്രതിഷേധം? രാജ്യം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, രാജ്യം മുഴുവനും ദുഃഖം കൊണ്ട് വ്യസനം കൊണ്ട് അങ്ങേയറ്റം വിഷമിക്കുമ്പോൾ, നമ്മുടെ എന്താ പറയണ്ടേ നിരപരാധികളായ സഹോദരങ്ങൾ ചോര ചീന്തി കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ രാജ്യം മുഴുവനും അതിൽ ദുഃഖം പ്രകടിപ്പിച്ച് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ശത്രുവിന് നേരെ, ശത്രുരാഷ്ട്രത്തിന് നേരെ, അവരുടെ മതഭീകരതയ്ക്ക് നേരെ നമ്മൾ ഉറച്ച നിലപാടോടുകൂടി നമ്മൾ പ്രതിരോധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം? ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ആരെ സഹായിക്കാനാണ്? ഇതുകൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടും വഖഫിൻ്റെ പേരിൽ ആണിത് ചെയ്യുന്നതെങ്കിലും കൃത്യമായിട്ട് ഇത് ശത്രു രാജ്യത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. എന്താണ്? ഞങ്ങളിവിടെ ഒറ്റക്കെട്ടല്ല, നിങ്ങൾ അവിടെ നിന്ന് അടിച്ചുകൊള്ളൂ, ഇവിടെ ഞങ്ങളൊരു പ്രത്യേക വിഭാഗം മറ്റൊരു വഴിക്കാണ്, ഞങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ ഈ സർക്കാരിൻ്റെ ഒരു നിയമത്തെയും അനുസരിക്കില്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ചിലപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടാണ്, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോവുകയാണ്, ആ ചിന്താഗതിയിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്തിനുള്ളിലുള്ളവർ പറയുന്നത് ഞങ്ങൾക്കതൊന്നും വിഷയമില്ല, അവിടെ ചിലപ്പോൾ അക്രമം നടക്കും, കലിമ ചൊല്ലാൻ പറയും, അതെല്ലാം മറ്റൊരു വിഷയമാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വഖഫാണ്. വഖഫിന് വേണ്ടി നാം പോരാടും. ഇതോടൊപ്പം തന്നെ SDP പല സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പൊതുസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയും നമ്മൾ കണ്ടതാണല്ലോ. ബംഗാളിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടു. SDPI അവിടെ ബംഗ്ലാദേശി പൗരന്മാരുടെ സഹായത്തോടു കൂടി മുർഷിദാബാദ് ജില്ലയിൽ വലിയ കലാപമാണ് അഴിച്ചുവിട്ടത്. വലിയ തോതിൽ 3 പേരെ അവിടെ കൊല്ലപ്പെട്ടു. 2 പേരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിയും കൊല്ലുകയായിരുന്നു. ഒരാൾ പോലീസ് വെടിവെപ്പിലാണ് കൊന്നത്, കലാപകാരിയാണ് അയാൾ. ഇജാസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റത് 2 പേരും അച്ഛനും മകനുമാണ്. അച്ഛനും മകനും അതിദാരുണമായിട്ട് ചന്ദൻ ദാസും അദ്ദേഹത്തിൻ്റെ പിതാവുമാണ്, വൃദ്ധനായ പിതാവുമാണ് കൊല്ലപ്പെട്ടത്. ഒരു ദയയും അവരോട് കാണിച്ചില്ല. അവിടെ നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. അവിടെ 400-ലധികം കുടുംബങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മാത്രം അവരുടെ വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച്, കൃഷിയിടങ്ങളടക്കം എല്ലാം ഉപേക്ഷിച്ച് ജീവനും കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൂട്ടപ്പലായനം നടക്കുകയായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ടും
കൊടുക്കുന്ന ഒരു സന്ദേശം, ലോകത്തിന് നൽകുന്ന സന്ദേശം, ഞങ്ങളിവിടെ ഒറ്റക്കെട്ടല്ല, ഞങ്ങളിവിടെ വേറെയാണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശത്രുക്കൾക്ക് നമ്മളെ അടിക്കാനുള്ളൊരു വടിയായിട്ട് ഉപയോഗിക്കാം. നോക്കൂ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്നിപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ചിത്രീകരിച്ച് അപ്പോൾ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് വന്നു കഴിഞ്ഞാൽ ലോകമെങ്ങും ഇത് പ്രചരിക്കും. അപ്പോൾ ശത്രുക്കൾക്ക് വലിയ എളുപ്പത്തിൽ നമ്മുടെ അനൈക്യത്തെ, നമ്മുടെ ഉള്ളിലെ ശത്രുതയെ ഒക്കെ തുറന്നു കാണിക്കുക. എന്താ, ഇന്ത്യക്ക് ഉള്ളിൽ നടക്കുന്നത് ഇതൊക്കെയാണ്. അവിടെ തന്നെ അവർ എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക വിഭാഗം, വളരെ കൃത്യമായിട്ട് പറയാമല്ലോ, മുസ്ലിങ്ങളെ അവിടെ പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ്, അവരെ കൃത്യമായിട്ടും ഒതുക്കിയിരിക്കുകയാണ്, അവരെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് ഇന്ത്യ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചാരണങ്ങൾ നടത്താൻ ഈ ഒരു സംഭവം സഹായിക്കും. ഇത്തരത്തിലുള്ള എല്ലാം, അതിപ്പോൾ ബംഗാളിൽ നിന്നാകട്ടെ, SDP ആകട്ടെ, ഈ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, ആരുമാകട്ടെ, അവരിത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ വയ്ക്കപ്പെടുന്ന, ലോകത്തിന് മുന്നിൽ അത് നൽകുന്ന സന്ദേശം വളരെ കൃത്യമായിട്ട് ഇതിങ്ങനെയാണ്: ഇന്ത്യ ഒറ്റക്കെട്ടല്ല, ഇന്ത്യയിലെ ജനങ്ങൾ മതം പറഞ്ഞ് വിഘടിച്ച് നിൽക്കുന്നവരാണ്, വിഭാഗീയത രൂക്ഷമാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയ പീഡനം നേരിടുന്നു, ഈ വഖഫ് പോലുള്ള നിയമത്തിൽ അവരുടെ മുസ്ലിങ്ങളുടെ സ്വത്ത് മുഴുവനും പിടിച്ചെടുക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് നീങ്ങുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം ലോകം മുഴുവനും നടക്കും. അപ്പോൾ പൊതുവെ നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ, ഒരു അംഗീകാരം, അതൊക്കെ ഇല്ലാതാകാൻ ഇത് സഹായിക്കും എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ കൂടുതൽ ദുർബലപ്പെടുത്താനാണ് ഒവൈസി ആയാലും SDP ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒക്കെ ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇവർക്ക് മറ്റൊരവസരത്തിൽ കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതിഷേധങ്ങൾ അവർക്ക് സംഘടിപ്പിക്കാം, പ്രക്ഷോഭങ്ങൾ അവർക്ക് സംഘടിപ്പിക്കാം. ഈ നിയമം ഒരു ദിവസം രാവിലെ ഓട് പൊളിച്ച് നൂലിക്കെട്ടി പാർലമെൻറ്റിനുള്ളിലേക്ക് ഇറക്കിയതല്ലല്ലോ. ഇത് JPCയിൽ വന്നു, എത്രയോ സിറ്റിങ്ങുകൾ നടന്നു, ചർച്ചകൾ നടന്നു. പിന്നെ 12 മണിക്കൂർ ചർച്ച എന്ന് പറഞ്ഞിട്ട് അത് ഏതാണ്ട് അതിൻ്റെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിലും കൂടെ പറയേണ്ട ഒരു തമാശ പോലെയുള്ള ഒരു വിഷയമാണ്. എല്ലാ കാലത്തും CPM ആ നിലപാടാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ തന്നെ ഏക CPMൻ്റെ MLA പറഞ്ഞിരിക്കുകയാണ്, ഈ ഭീകരവാദികളുടെ വീട് തകർക്കുന്നത് ശരിയല്ല, കാരണം അവർക്കും ബന്ധുക്കളുണ്ട്, അവർക്കും മനുഷ്യാവകാശമുണ്ടെന്ന് പറഞ്ഞാണ് മറ്റൊരു ഇടതുപക്ഷ ടീം രംഗത്തെത്തിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഈ മരിച്ചുപോയ കൊല്ലപ്പെട്ട 26 പേർക്കും ബന്ധുക്കളുണ്ട്, അവർക്കും വീടുകളുണ്ട്, അവർക്കും ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഭർത്താവും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കൊച്ചുമക്കളുണ്ട്. അവർക്ക് മനുഷ്യാവകാശമില്ലേ? അവർക്ക് ഈ ഭൂമിയിൽ അവരെന്ത് തെറ്റിനാണ് അവർ ക്രൂശിക്കപ്പെട്ടത്? എന്ത് തെറ്റിനാണ് അവരുടെ ജീവൻ എടുത്തത്? അവർ ആരോട് എന്ത് കൊള്ളരുതായ്മ ചെയ്തു? അപ്പോൾ അവിടെ ഒരു ഏകപക്ഷീയമായിട്ട് ഒരു വശത്ത് മാത്രം മനുഷ്യാവകാശം പറയുകയും മറുവശത്ത് അവഗണിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ്, അത് CPMന് വളരെ പണ്ട് മുതലേ ഉള്ളതാണ്. പ്രത്യേകിച്ചും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി, സംസ്കാരത്തിൽ അധിഷ്ഠിതമായി, ധർമ്മത്തിൽ അധിഷ്ഠിതമായി ഒരു വ്യവസ്ഥ രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ എങ്ങനെയും ഇല്ലാതാക്കി തികഞ്ഞ അരാജകത്വം രാജ്യത്ത് ഉണ്ടാക്കാനാണ് CPM തുടക്കം മുതൽ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്ന് ചെറുതായി കനലൊരു തരി എന്ന മട്ടിൽ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്നത്. അതിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. CPMൻ്റെ ആ ജാത്യാലുള്ള സ്വഭാവം തൂത്താ പോവില്ല. അതവർ എന്നും അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. എന്തായാലും അത് ഈ പറയുന്നത് പോലെ SDP-യുടെയും ഒവൈസിയുടെ പാർട്ടിക്കും അതുപോലെ മുസ്ലിം ലീഗിനും ഒപ്പം ചേരാനാണ് CPMൻ്റെ തീരുമാനമെങ്കിൽ അത് ഈ രാജ്യത്തെ ജനങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ.